സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളി വീഴുന്ന രീതിയിലാണ് പോക്കോ X6 Pro ഇറങ്ങിയിട്ടുള്ളത്. ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ആദ്യം തന്നെ പ്രൈസ് നോക്കുവാണെങ്കിൽ 8256 27,000 രൂപ, 512GB ടോപ്പ് വേരിയൻറ്റ് 29,000 രൂപ, 2,000 രൂപയുടെ ഓഫ് വരുന്നുണ്ട് SBI കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ. സോ എഫക്റ്റീവ് പ്രൈസ് 25,000 രൂപയ്ക്ക് ദിസ് ഈസ് എ പെർഫെക്റ്റ്ലി വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ. ഒരു സംശയവുമില്ല. ആൻഡ് വീഡിയോ അവസാനം വരുന്നത് കാണാം. 3 കളർ വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഗ്രേ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്. എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിയത് ഗ്രേയും ബ്ലാക്കും ആണ്. ആൻഡ് ഈ ഫോണിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കിയാൽ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ കേസ് വരുന്നുണ്ട്. 67 വാട്ടിൻ്റെ ബ്രിക്ക് ബോക്സിൽ വരുന്നുണ്ട്, നല്ല കാര്യം. Type A to Type C കേബിളും വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നോക്കുന്നതിന് മുന്നേ ഇൻ കേസ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ടെക് ടു ടെക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനാണ് അമർനാഥ്. കൂടുതൽ ടൈം കളയേണ്ട, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പതിയെ നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഫോണിൻ്റെ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ ഒരു ആവറേജ് ഡിസൈൻ, കാരണം അത് എപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുന്ന ഡിസൈൻ തന്നെയാണ്. അതിലെനിക്ക് വലിയ പുതുമയൊന്നും തോന്നിയില്ല. വലിയ ക്രിയേറ്റീവ് ഡിസൈനൊന്നുമല്ല. പ്ലാസ്റ്റിക് ബാക്കാണ്, ഗ്ലാസ് ബാക്കല്ല, പ്ലാസ്റ്റിക് ബാക്കാണ്. ഗ്ലാസ് ബാക്ക് കൊടുക്കണമായിരുന്നു, കാരണം ഗ്ലാസ് ബാക്ക് കൊടുക്കുന്നൊരു ബ്രാൻഡാണ്. പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം, ഗ്ലോസി ഫിനിഷ്, അതായത് ഒരു ചീപ്പ് ബിൽട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഫിംഗർ പ്രിൻ്റൊക്കെ പറയുന്ന രീതിയിൽ. സോ ആ കൂടെ കിട്ടിയിരിക്കുന്ന കവർ ഇട്ട് ഉപയോഗിക്കാമെന്നായിരിക്കും ഞാൻ പറയുക. 186 ഗ്രാമാണ് വെയിറ്റ്, 8.1 mm തിക്നെസ് ആണ്. ചീപ്പ് ഡിസൈനാണ് ഞാൻ പറഞ്ഞു. IP54 റേറ്റിംഗ് ആണ് വരുന്നത്. നമുക്ക് റെഡ്മി നോട്ട് 13 Pro Plusൽ ആ ഫോണായിട്ടാണ് മെയിൻ ഞാനിത് കമ്പയർ ചെയ്യുന്നത്. ആ ഫോണിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഈ ഫോൺ. പക്ഷേ ആ ഒരു ഫോണിൽ നമുക്ക് IP68 കിട്ടിയിരുന്നു, ഇവിടെ IP54 ആണ് കിട്ടുന്നത്. ചെറിയ സ്പ്ലാഷ് പ്രൂഫാണ്, അതായത് മഴയൊന്നും കൊണ്ടാൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നേ ഉള്ളൂ. 2 നാനോ സിം കാർഡ് സ്ലോട്ട് ഓൺലിയാണ്, അതായത് നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ വരുന്നില്ല. Type C പോർട്ട് 2.0 ആണ് വരുന്നത്, 3 ഒന്നും വരുന്നില്ല. 2.0 കുറച്ച് താഴെ ആയിപ്പോയി, 3 കൊടുക്കണമായിരുന്നു. 3.5 mm ഓഡിയോ ജാക്കും വരുന്നില്ല, അതും മിസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. അടുത്ത ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ഹൈലൈറ്റ് ആണ്. നിങ്ങൾക്ക് Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. 6.67 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ AMOLED സ്ക്രീനാണ് വരുന്നത്. ഫ്ലാറ്റ് പാനലാണ്, 3D കർവ്ഡ് ഒന്നുമല്ല, ഫ്ലാറ്റ് പാനൽ, വൃത്തിക്കുള്ള പാനൽ. 1.3 mm നാനോ ബെസൽസ് ആണ് വരുന്നത്. ആ ഒരു ഡിസ്പ്ലേ നിങ്ങൾ നോക്കി, മോനെ നല്ല രസമുണ്ട് അത് കാണാം. അത്രയും തിന്നായിട്ടുള്ള ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ്, 480 Hz സാമ്പിളിംഗ് റേറ്റ്, 2160 Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്, 12 ബിറ്റിൻ്റെ കളർ ഡെപ്ത് ഉള്ള 68.7 ബില്യൺ കളർ ഷെയ്ഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ, 1800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, അതായത് HDR10+ഉം ഡോൾബി വിഷനും വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പീക്ക് ബ്രൈറ്റ്നസ് 1800 നിറ്റ്സും, നോർമൽ സൺലൈറ്റ് ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് 1200 നിറ്റ്സുമാണ്. ആൻഡ് ദാറ്റ്സ് വേ മോർ ദാൻ ഇനഫ്. നല്ല ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വൈഡ് ആൻഡ് L1 വരുന്നുണ്ട്. സോ ഫുൾ HD സ്ട്രീമിംഗ് ഈസ് പോസിബിൾ. 94% പുറത്ത് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. അതായത് ആ ഒരു ഡിസ്പ്ലേൻ്റെ ബെസൽസ് അത്രയും ചെറുതായതുകൊണ്ടാണ് നല്ല കാണാൻ രസമുള്ള ഡിസ്പ്ലേ ആണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഡോൾബി അറ്റ്മോസിൻ്റെ സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്, അത് ഒരു സംശയവുമില്ല. ഇനി സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ MediaTek Dimensity 8300 Ultra 5G ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ചിപ്സെറ്റാണ്. LPDDR5X UFS 4.0 ആണ് വരുന്നത്. ടോപ്പ് ലെവൽ ആൻഡ് AnTuTu സ്കോറും ടോപ്പ് തന്നെയാണ്. 1.5 മില്യൺ, ഏകദേശം 1.4 മില്യൺ AnTuTu സ്കോറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 25,000 രൂപയ്ക്ക് നിങ്ങൾ അത് ചിന്തിക്കണം. 5000 mAh ബാറ്ററി, 67 വാട്ടിൻ്റെ ചാർജർ ബോക്സിൽ വരുന്നുണ്ട്. ഏകദേശം 40 മിനിറ്റിൽ 0 to 100 നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ക്വൈറ്റ് ഒരു സ്റ്റാൻഡേർഡ് ആണ്, ഭയങ്കര സ്പീഡും ഇല്ല, എന്നാൽ അത്ര കുറവുമല്ല, നല്ല കാര്യം. ഇനി ഗെയിമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ VGMI HD Ultra 90 FPS നിങ്ങൾക്ക് അത്യാവശ്യം നല്ല, അതായത് ഞാൻ ഈ പറയുന്ന FPS VGMI HD Ultra 90 FPS, COD മൊബൈൽ 120 FPS, Genshin Impact 60 FPS. ഈ സംഭവം സ്റ്റെബിലിറ്റി കളിക്കാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു അൺലോക്ക് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതല്ല, ആ ഒരു ഫീച്ചർ അൺലോക്കായി കിടക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് സ്റ്റെബിലിറ്റിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. 82% CPU ത്രോട്ട്ലിംഗ് സ്കോറൊക്കെ കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിൽ തെർമൽസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് 5000 mm² ലാർജ് വേപ്പർ ചാമ്പർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ അവർ ഹീറ്റ് ഹാൻഡിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അത് നല്ലോണം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. സോ ഒരു പെർഫോമൻസ് നല്ല പെർഫോമൻസ് തന്നെയാണ്. അതായത് സ്പെക്ക് നോക്കുന്ന സമയത്ത് ഇതുവരെ കിട്ടിയ റിവ്യൂ അനുസരിച്ച് വേറെ ലെവൽ പെർഫോമൻസ് ആണ്. പിന്നെ മദർ ബോർഡ് അടിച്ചു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, കാരണം അത് പോക്കോ ഇപ്പോൾ അടുത്തൊന്നും അടിച്ചു പോയിട്ടില്ല. 1 year വാറണ്ടിയാണ് ഈ ഫോണിനും വരുന്നത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുക. കാരണം ഈ ഒരു ലാസ്റ്റ് ഇയറിലൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല.
ആൻഡ് വൈൽഡ് ബൂസ്റ്റ് 2.0 എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഗെയിമിങ്ങിൽ വരുന്നുണ്ട്. അതായത് MEMC ടെക്നോളജിയാണ് ബേസിക്കലി ഫ്രെയിം ഇൻ്റർപോളേഷൻ ഉപയോഗിച്ച് ഇപ്പം 60 FPS ഉള്ളത് കുറച്ചുകൂടി FPS കൂട്ടി നമുക്ക് കുറച്ചുകൂടി സ്മൂത്തൻ ചെയ്തിട്ട് നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. ആൻഡ് അടുത്തത് OS ഓർ UI അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ ഹൈപ്പർ OS ആദ്യമായി വരുന്ന സ്മാർട്ട് ഫോണാണ്. അതും ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. വിത്ത് Android 14 ആണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് 15, 16, 17 വരെ നിങ്ങൾക്ക് കിട്ടും. 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ക്വൈറ്റ് പ്രോമിസിങ്. ഹൈപ്പർ OS കൊണ്ട് ഇവർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അതോടൊപ്പം അപ്ഡേറ്റ്സിൻ്റെ ആ ഒരു ലാഗിങ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ അത് പോക്കോനായാലും റെഡ്മിക്കായാലും ഷവോമിക്ക് തന്നെ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ പറ്റും. ബ്ലോട്ട്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചവറ് കണക്കിന് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഇങ്ങനെ അടിച്ച് കയറ്റിയിട്ടുള്ളതാണ്. പിന്നെ പേഴ്സണലൈസേഷൻ ആഡ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഓരോ ലൊട്ടലൊടക്ക് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു സ്വഭാവം അവർ മാറ്റിയിട്ടില്ല. പക്ഷേ അത് പറയാൻ കഴിയില്ല, കാരണം അവർക്കൊരു റവന്യൂ സോഴ്സാണ്. കാരണം ഇത്രയും ഫീച്ചേഴ്സ് തരുമ്പം അവർക്ക് എവിടെ നിന്നൊക്കെ പൈസ കിട്ടണമല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ റെഡിയാണ്. അപ്പോൾ ഒരു 30 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ബ്ലോട്ട്വെയർ എടുത്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫോണാണ് കിട്ടുന്നത് എന്നും കൂടി ചിന്തിക്കണം. ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നല്ല ക്ലീൻ UI എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും കിട്ടും. മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്ക് ആൻഡ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നിങ്ങൾക്ക് ഒരു ഹാർട്ട് റേറ്റ് സെൻസറായിട്ട് ഉപയോഗിക്കാം. എത്രത്തോളം അക്യുറസി ഉണ്ടെന്നൊന്നും അറിയില്ല, പക്ഷേ ഒരു ഹാർട്ട് റേറ്റ് സെൻസറായിട്ട് ഉപയോഗിക്കാം. മറ്റെല്ലാ സെൻസേഴ്സും വരുന്നുണ്ട്. കണക്ടിവിറ്റി നോക്കുവാണെങ്കിൽ Wi-Fi 6, ബ്ലൂടൂത്ത് വേർഷൻ 5.4 വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. FM റേഡിയോയുടെ സപ്പോർട്ട് വരുന്നില്ല. മറ്റ് ഡ്യുവൽ 4G വോൾട്ടി വരുന്നുണ്ട്. 5G ബാൻഡ്സ് 14 വരുന്നുണ്ട്. 5G ക്വൈറ്റ്ലി വർക്കിംഗ് ആണ്. നമുക്ക് ജിയോ ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 5 GHz വൈഫൈക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആൻറ്റിന വെച്ചിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ വൈൽഡ് ബൂസ്റ്റ് 2.0 എന്ന് പറയുന്ന ഫീച്ചറിൽ നമുക്ക് കുറച്ചും കൂടി റേഞ്ച് വലിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് റേഞ്ച് കിട്ടുന്ന ഒരു ആൻറ്റിനയും കൂടി വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ X ആക്സിസ് ലീനിയർ മോട്ടർ വരുന്നുണ്ട്. അതായത് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക്, പ്രത്യേക ഒരു ഡെഡിക്കേറ്റഡ് മോട്ടർ വെച്ചതുകൊണ്ട്. പിന്നെ IP54 സ്പ്ലാഷ് പ്രൂഫാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ക്യാമറ ടു APIയുടെ സപ്പോർട്ട് വരുന്നുണ്ട്. 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്. അതായത് ഡിസ്പ്ലേയിൽ പറയാൻ വിട്ടുപോയതാണ്. ആ ഒരു ഫ്ലിക്കറിങ്, അതായത് ലോ ബ്രൈറ്റ്നസ്സിലേക്ക് വരുമ്പോൾ ഫ്ലിക്കറിങ് വരുന്നില്ല. 100% DCI P3 കളർ ഗ്യാമറ്റിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അതും ഡിസ്പ്ലേയിലുള്ളൊരു സർട്ടിഫിക്കേഷനാണ് അത്രയും കളർ ആക്യുറസി എന്ന് പറയുന്നതിൻ്റെ. പിന്നെ മറ്റ് ഫീച്ചേഴ്സിൽ പറയേണ്ടതായിരുന്നു LDAC ബ്ലൂടൂത്ത് കോഡക്കിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് ഒരു സോണീൻ്റെ ഒരു സംഭവമാണത്. സോണീൻ്റെ ഒരു വയർലെസ് ടെക്നോളജിയാണ്. ബ്ലൂടൂത്തിൽ നമുക്ക് നല്ല HD, അതായത് അത്രയും അൾട്രാ ക്ലാരിറ്റിയിലുള്ള വോയിസ് കേൾക്കാൻ പറ്റും നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തും പാട്ട് വയ്ക്കുന്ന സമയത്തൊക്കെ. അതാണ് LDAC ബ്ലൂടൂത്ത് കോഡക്ക്, അതിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ മറ്റ് ഫീച്ചേഴ്സ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചർ റിച്ച് ആണ്. ഇനി ലാസ്റ്റ് ആൻഡ് അവസാനമായിട്ട്, എന്നാൽ നോട്ട് ലീസ്റ്റ്, അടിപൊളി, അത്യാവശ്യം നല്ല ഏറ്റവും അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. 64 MP ഒരു പ്രൈമറി ക്യാമറ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ടുള്ള ഒമ്നി വിഷൻ OV64B എന്ന് പറയുന്ന സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 8 MP അൾട്രാ വൈഡും 2 MP മാക്രോ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്രഹസനത്തിന് കുറവില്ല. 4K 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ബാക്കിൽ വരുന്നത്. അത് നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റുക. അപ്പം അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ഒക്കെയാണ്, വലിയ കുഴപ്പമില്ലാത്ത 4K റെക്കോർഡിംഗ് ഫീച്ചറൊക്കെ വരുന്നുണ്ട്. 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. 1080p ആയിട്ട് 60 FPS കിട്ടുന്നുണ്ട്. 30 FPS അല്ല, 60 FPS. ഇനി നിങ്ങൾക്ക് ബാക്കിലും ഫ്രണ്ടിലും HDR വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ HDR വീഡിയോ റെക്കോർഡിങ് ചെയ്യുകയാണെങ്കിൽ 1080p ആയിട്ട് 30 FPS അൾട്രാ വൈഡ് വീഡിയോ റെക്കോർഡിങ് നിങ്ങൾക്ക് 1080p ആയിട്ട് 30 FPS മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടോ 4K റെക്കോർഡിങ് വരുന്നില്ല. പിന്നെ പ്രോ മോഡ് വരുന്നുണ്ട്. പിന്നെ സൂപ്പർ സ്ലോ മോഷൻ മോഡൊക്കെ വരുന്നുണ്ട്. അതായത് 1920 FPS. അപ്പോൾ അത്രയും സൂപ്പർ അൾട്രാ സ്ലോമോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഫോണ് കയ്യിൽ കിട്ടിയാൽ നമുക്ക് ക്യാമറയെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. പിന്നെ 2x ലോസ്ലെസ് സൂം വരുന്നുണ്ട്. അതായത് 64 MP നമ്മൾ ഫുൾ റെസൊല്യൂഷൻ പിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2x സൂം ചെയ്താലും വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസ് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. അങ്ങനെ ടോട്ടലി നോക്കുവാണെങ്കിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, നൈറ്റും പോർട്രേറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു ചിലതിൽ ആവറേജ് ആണ്, ചിലതിൽ അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിവേ ടോട്ടലി അവർ പോക്കോ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. സോ അത്യാവശ്യം മോർ ദാൻ ആവറേജ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. നമ്മൾ റെഡ്മി നോട്ട് 13 Pro Plusൽ കണ്ട 200 MP ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഫങ്ഷണൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലെവലിൽ അവർ 25,000 രൂപയ്ക്കുള്ള ലെവലിൽ ഏകദേശം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. ഇതിനിപ്പം ഫോണിൻ്റെ ഇൻഹാൻഡ് റിവ്യൂസൊക്കെ വന്ന് ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കിട്ടുമോ നോക്കട്ടെ. കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വാങ്ങിച്ച് ചെയ്യാനുള്ള സെറ്റപ്പൊന്നും ആയില്ലല്ലോ. കിട്ടുകയാണെങ്കിൽ മാക്സിമം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനി ഫൈനലി എൻ്റെ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ഈ ഫോൺ
ഇപ്പം അറിഞ്ഞെടുത്തോളം ഗംഭീര ഫോണാണ്. അങ്ങനെ തന്നെ നിങ്ങൾ ചിന്തിക്കണം. അറിഞ്ഞെടുത്തോളം ഗംഭീര ഫോണാണ്. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം പോക്കോ ആണ്. പോക്കോൻ്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ മദർ ബോർഡ് കത്തി, ക്യാമറ കത്തി, ഇങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് അങ്ങനെയൊന്നും കത്തിയിട്ടില്ല, താങ്ക്ഫുള്ളി. അപ്പം നമുക്ക് കുറച്ചുകൂടി വിശ്വാസ്യത വന്നിട്ടുണ്ട്, വിശ്വസിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോൾ അടുത്തൊന്നും വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. ആൻഡ് അവർ 2 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് തരുന്നുണ്ടായിരുന്നു, 2 ഇയേഴ്സിൻ്റെ വാറണ്ടി തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് 1 ഇയർ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിവേസ് ആ ഒരു ബിൽഡ് ആൻഡ് ഡിസൈൻ കുറച്ച് ചീപ്പാണെങ്കിലും ബാക്കി എല്ലാ ആസ്പെക്റ്റിലും, പ്രത്യേകിച്ച് ആ ചിപ്സെറ്റും പെർഫോമൻസും ഗെയിമിംഗ് എക്സ്പീരിയൻസും 1.4 മില്യൺ AnTuTu സ്കോർ എന്നൊക്കെ പറഞ്ഞാൽ 25,000 രൂപയ്ക്ക് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആൻഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പും തന്നിട്ടുണ്ട്. ഡിസ്പ്ലേ മൾട്ടിമീഡിയ അതിലൊന്നും അവരൊന്നും മിസ് ചെയ്തിട്ടില്ല. കാരണം ആ Redmi Note 13 Pro Plusലുള്ള സെയിം സാധനം അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരിക്കലും ഞാൻ ഈ ഒരു ഫോണിൻ്റെ പുറത്ത് Redmi Note 13 Pro Plus റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അതിൽ IP68 ഉണ്ട്, ശരിയാണ്. അതിന് 5,000 രൂപയുടെ ഡിഫറൻസ് ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല. അത് MediaTek Dimensity 7200 അൾട്രയാണ്. കുറേ പ്രഹസനം ക്യാമറ 200 MP എന്ന് പറഞ്ഞ് അടിച്ച് വിടുന്നുണ്ട്. പക്ഷെ അതിനുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുമില്ല. അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഫോണാണിത്. ആൻഡ് അത്യാവശ്യം 25,000 രൂപയുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് ഗെയിമിംഗ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റുന്ന ഫോണാണ് എന്ന് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പായിട്ടും പറയും. പക്ഷേ കുറച്ച് റിവ്യൂസിനും കൂടി വെയിറ്റ് ചെയ്യുക എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത റിവ്യൂസൊക്കെ ഒന്നുകൂടി വരട്ടെ. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കയ്യിൽ കിട്ടുമെങ്കിൽ ഞാൻ എത്രയും വേഗം ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ കൊടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക. ലിങ്ക് ഈസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.